الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي قوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين إن الله لا يحب المفسدين. قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منهم قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون. فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم. وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. فخسفنا به وبداره الأرض فما كان لهم من فئة ينصرونه من الله وما كان من المنتصرين. صدق الله العظيم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖസസ് എന്ന അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത ഭാഗത്തോടുകൂടി ഈ സൂറത്ത് അവസാനിക്കും. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, ഇന്ന ഖാറൂന, നിശ്ചയം ഖാറൂൻ, കാന മിൻ ഖൗമി മൂസ, അദ്ദേഹം ആയിരിക്കുന്നു മൂസാ നബിയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. കാന മിൻ ഖൗമി മൂസ, മൂസായുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. അലൈഹിം, അങ്ങനെ അവർ അതിക്രമം പ്രവർത്തിച്ചു. വാതൈനാഹു മിനൽ കുനൂസി, അങ്ങനെ വാതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകി, മിനൽ കുനൂസി, ഖജനാവിൽ നിന്ന്, മാഇൻ മഫാത്തിഹു, അതിന്റെ മഫാത്തിഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ തുടക്കം, മാഇന്ന മഫാത്തിഹു, അതിന്റെ തുടക്കം, അതിന്റെ തുടക്കം. സുബത്തി, ഒരു പറ്റം മല്ലന്മാർ ക്ലേശിച്ചിരുന്നു. സുബത്തി, ഒരു പറ്റം മഹാന്മാരായ മല്ലന്മാർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. എന്താ? മാഇന്ന മഫാത്തിഹു, അതിന്റെ താക്കോൽ കൂട്ടങ്ങൾ,
എഴുതാക്കൊരു കൂട്ടം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽപ്പെട്ട കാറൂൻ, ആ കാറൂന്റെ താക്കോൽ കൂട്ടം തെനൂബിൽ അസ്ബത്തി മല്ലന്മാരായ ഒരു പറ്റം ആളുകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അതിൽ താക്കോൽ കൂട്ടങ്ങൾ വഹിച്ചിരുന്നത്. സാധാരണ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കാൻ ഒരു ഇന്നൊക്കെ നമ്മുടെ അവസ്ഥയുണ്ടായിരുന്നു. പണ്ട് അന്ന് അങ്ങനല്ല. ആ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കാൻ ഒരു ഉസ്ബത്തുണ്ടായിരുന്നു. ഉസ്ബത്ത് തന്നെ 10 ആളുകളിൽ കൂടുതൽ, 10 ആളുകളെക്കാൾ ഘനമുള്ള ആളുകളായിരുന്നു. ആളുകൾ 10-ലധികം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ് അതിന്റെ താക്കോൽ കൂട്ടങ്ങൾ വഹിച്ചിരുന്നത്. അത്ര വലിയ ഭാരതമുള്ള ഒന്നായിരുന്നു അയാളുടെ താക്കോൽ കൂട്ടം എന്നാണ് പറഞ്ഞു വന്നത്. വലിയ കുടുംബത്തിന് ശക്തരായ ഇത് കാൽ ലഹു കൗമുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ലാ തഫ്രഹ്, നീ പ്രയാസപ്പെടണം, നീ പ്രയാസപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ലാ തഫ്രഹ്, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ലാ യുഹിബ്ബുൽ ഫരിഹീൻ, പ്രയാസപ്പെടുന്നവരെ അവൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ലാ യുഹിബ്ബുൽ ഫരിഹീൻ, ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ഈ താക്കോൽ കൂട്ടങ്ങൾ വഹിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്ന ഈ ആളുകൾ, ആ മനുഷ്യൻ, ഇന്നല്ലാഹ, അദ്ദേഹം അല്ലാഹു ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അവൻ മതിമറന്നുള്ള ഉപകാരം പോയി ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഒബുത്തഖി, നീ ആഗ്രഹിക്കുക, ഫീമാ ആതാക്കല്ലാഹു ദാരൽ ആഖിറത, നിന്റെ ദാറുൽ ആഖിറത, ഫീമാ ആതാക്കല്ലാഹു ദാരൽ ആഖിറത, പരലോക ഭവനം വഹിക്കുന്ന ഒരാളുകളാണെന്നോ അവരുണ്ടായിരുന്നു. നീ ആഗ്രഹിക്കുക, ഫീമാ ആതാക്കല്ലാഹു ദാരൽ ആഖിറത, പാരത്രിക ഭവനങ്ങൾ നടത്തുന്ന ഒരു ആളുകളാണ് ഉണ്ടായിരുന്നത്. ഒരാ തൻസ രസീബക്ക, നിന്റെ ഓഹരി നീ മറക്കണ്ട, ദുന്യാബിൽ നിന്ന്. വഹസിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, വഹസിന് സൽക്കരം പ്രവർത്തിക്കുക, ഇലൈക, നിന്നിലേക്കുള്ള. ഒലാത്തബിൽ ഫസാദ, ഫസാദ, നീ ആഗ്രഹിക്കരുത്, അൽ ഫസാദ, നാശമുണ്ടാക്കാൻ ആഗ്രഹിക്കരുത്, ഇല്ലാതെ ഭൂമിയിൽ നാശമുണ്ടാക്കാൻ നീ ആഗ്രഹിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അള്ളാഹു ഒരിക്കലും നാശമുണ്ടാക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഇത്ര വലിയ താക്കോൽ കൂട്ടങ്ങൾ വഹിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ, ആ ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഒലാ തൻസ നസീബക്ക, നീ നിന്റെ ഓഹരി മറക്കണ്ട ദുന്യാബിൽ നിന്ന്. വഹസിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, നീ നന്മ ചെയ്യുക, കമാ അഹ്സനല്ലാഹു ഇലൈക, നിനക്ക് അള്ളാഹ് നന്മ ചെയ്തതുപോലെ നീ നന്മ ചെയ്യുക. വലാ തബ്ഗിൽ ഫസാദ, നീ നാശമുണ്ടാക്കരുത് ഫിൽ ഭൂമിയിൽ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, നാശകാരികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല എന്നും അല്ലാഹു തആല പറയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ഊതീതുഹു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടത്. കാറൂൻ പറയാ, ഇന്നമാ ഊതീതുഹു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടത് അലാ ഇൽമിൻ ഇന്ദി, എന്റെ അടുത്തുള്ള കഴിവ് കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ്. അലാ ഇൽമിൻ ഇന്ദി, എന്റെ കഴിവ് കൊണ്ടാണ് ഈ സമ്പത്ത് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവലം അവൾ അറിഞ്ഞിട്ടില്ലേ, അന്നല്ലാഹ ഖദ് അഹ്ലക, അള്ളാഹു നശിപ്പിച്ചിരിക്കുന്നു, ഖബലഹു, അതിനു മുമ്പ് തന്നെ നശിപ്പിച്ചിരിക്കുന്നു. എത്ര ആളുകളാണ് അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബലിഹി, അതിനു മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചിരിക്കുന്നു. മിനൽ ഖുറൂനി, വമൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ, വമൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ, അതിനേക്കാൾ നല്ല അശദ് എന്ന കാരുണ്യകനായ, ഖുവ്വതൻ ശക്തിയുള്ള, അക്സർ ജമ്മൻ സംഘബലമുള്ള, നല്ല സംഘബലമുള്ള,
വലായുസ്അലു അൻ ദുനൂബിഹിം, വലായുസ്അലു ചോദിക്കപ്പെടുകയില്ല അൻ ദുനൂബിഹിം അവന്റെ കുറ്റങ്ങളെപ്പറ്റി. അത് മുജ്രിമീൻ കുറ്റവാളികളായ ആളുകൾ അവന്റെ കുറ്റങ്ങളെപ്പറ്റി ചോദിക്കപ്പെടുകയില്ല. അത്ര വലിയ ആളുകളായിരുന്നു അവന്റെ താക്കോൽ കൂട്ടങ്ങൾ കൊണ്ടുപോകാൻ എത്ര കഴിവുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഉന്നതമായ കഴിവും യോഗ്യതയുമുള്ള ഈ താക്കോൽ കൂട്ടം വഹിക്കുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഖറജ അലാ ഖൗമിഹി അദ്ദേഹത്തിന്റെ നാട്ടുകാരിലേക്ക് അയാൾ പുറപ്പെട്ടു. ഖറജ അലാ ഖൗമിഹി ഖൗമിഹി പുറപ്പെട്ടു. ഫീ സീനത്തിഹി അതിന്റെ അലങ്കാരത്തോടൊപ്പം പുറപ്പെട്ടു. ഖാല അവർ പറഞ്ഞു അല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ, യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു അൽ ഹയാത്തദ് ദുനിയ ഐഹിക ജീവിതത്തെ അവർ ഉദ്ദേശിക്കുന്നു. യാ ലൈതന ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ മിഥിലമാ ഊതിയ കാറൂൻ നൽകപ്പെട്ടതുപോലുള്ള ഒന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. അപ്പൊ ഒരു ദിവസം നാല് പുറത്തിറങ്ങിയതാണ്. അപ്പൊ ഖറജ അലാ ഖൗമിഹി, അപ്പൊ നാട്ടുകാരുടെ അടുക്കളയ്ക്ക് അയാൾ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഈ സീനത്തിഹി അതിന്റെ ആഘാതത്തോടുകൂടിയാണ് പുറത്തിറങ്ങിയത്. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ ഇഹലോക ജീവിതം മാത്രം ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഇയാളും ഇയാളുടെ ആഘാതങ്ങളും ഒന്നിച്ചു നടക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു യാലൈത്തന മിഥില ഊത്തിയ കാറൂന് നൽകപ്പെട്ടതുപോലുള്ള ഈ ആഡംബരം, ഈ കഴിവ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരെ പറഞ്ഞുപോയി. ഇന്നഹു ലദു ഹള്ളിൻ അലീം, ഇന്നഹു തീർച്ചയായും കാറൂൻ ലദു ഹള്ളിൻ ഭാഗ്യവാനാണ്, അലീം മഹത്തായ ഭാഗ്യമുള്ളവനാണ് എന്ന് പറഞ്ഞുപോയി. അത്രയേറെ നാട്ടുകാരായ ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയോളം അയാളുടെ താക്കോൽ കൂട്ടങ്ങളൊക്കെ ഉള്ള ആ സംഭവം കണ്ടപ്പോൾ അവരെ പറഞ്ഞുപോയി ഇന്ന കാറൂന് മിഥിലമാവൂത്തിയ കാറൂൻ നൽകപ്പെട്ടത് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നഹൂലതു ഹള്ളിൻ അലീം അയാൾ ഞങ്ങളുടെ മഹാഭാഗ്യവാൻ തന്നെയാണ് എന്ന് പറഞ്ഞുപോയി. കാലല്ലതിന ഊത്തുൽ ഇൽമ വിജ്ഞാനം നൽകപ്പെട്ട ആളുകൾ പറഞ്ഞു വൈലക്കും സവാബുല്ല, വിജ്ഞാനം നൽകപ്പെട്ട ആളുകൾ കണ്ടപ്പോൾ പറഞ്ഞു ഊത്തുൽ ഇൽമ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളാണ് ഊത്തുൽ ഇൽമ, അവർക്ക് വിജ്ഞാനം നൽകപ്പെട്ടിരിക്കുന്നു. വൈലക്കും സവാബുല്ല, വൈലക്കും നാശമേ, സവാബുല്ലാഹി അള്ളാഹുവിന്റെ പ്രതിഫലം ഖൈറുൻ അതാണ് ഏറ്റവും ഉത്തമം. ലിമൻ ആമന വിശ്വസിക്കുന്നവർക്ക്, വാമില സ്വാലിഹൻ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്കും, ഉമായുലഖാഹ അവൻ കണ്ടുമുട്ടുകയില്ല ഇല്ല ക്ഷമാശീലല്ലാതെ കണ്ടുമുട്ടുകയില്ല. അപ്പൊ ഇത് സാധാരണക്കാരുടെ വാക്കാണ് നേരത്തെ പറഞ്ഞത്. അവരുടെ കാറുവിന്റെ നടത്തവും ഇരുത്തവും അവന്റെ ആർഭാടവും അവരുടെ സമ്പത്തൊക്കെ കണ്ടപ്പോൾ അവർ ഞങ്ങൾക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അയാൾ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കാലല്ലതിനെ ഊത്തുല്ലിൽമ വിജ്ഞാനം നൽകപ്പെട്ട ആളുകൾ പറഞ്ഞു വൈലക്കും മഹാകഷ്ടം തന്നെ, സവാബുല്ലാഹി അള്ളാഹുവിന്റെ പ്രതിഫലം ഖൈറുല്ലിമൻ ആമന വിശ്വസിക്കുന്നവർക്ക് ഇത് മാത്രം അനുഗ്രഹമാണ്. റാമില സ്വാലിഹൻ തൽക്കരം പ്രവർത്തിക്കുന്നവർക്കും ഒമായുലഖാഹ അവന് കണ്ടുമുട്ടുകയില്ല ഇല്ല സാബിറൂൻ ക്ഷമാശീലരായ ആളുകളല്ലാതെ. അപ്പൊ ഇത് അത്ര വലിയ ഇതൊന്നുമല്ല. ഇത് സാധാരണ അള്ളാഹുവിന്റെ അടുത്ത് വലിയ മുന്നൊന്നും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവസ്ഥ കണ്ടുകൊണ്ട് പ്രയോജനപ്പെടുത്തി. ഫഖസഫ്നാ ബിഹി വബിദാരിഹി, ഫഖസഫ്നാ അങ്ങനെ ഫഖസഫ്നാ ബിഹി അവന്റെ അയാളുടെ ഖസഫ എന്ന് പറഞ്ഞാൽ ആഴ്ത്തിക്കളഞ്ഞു. ഫഖസഫ്ന ബിഹി അയാളെ ആഴ്ത്തിക്കളഞ്ഞു. ബിദാലിഹി അദ്ദേഹത്തിന്റെ വീടും ആത്മാക്ക ആഴ്ത്തിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ സംവാദം അദ്ദേഹത്തിന്റെ സംഗമസ്ഥാനത്ത് അയാളെ സഹായിക്കുന്നു. മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന് മാകാന മിനൽ മുന്തസിരീൻ
അയാൾ ഒരിക്കലും അതിജയിക്കുന്നവനായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു. ഭൂമിയും അതിലെ അവരുടെ വീടും അതുപോലെ ഭൂമിയുടെ അവസ്ഥയൊക്കെ ആഴ്ത്തിക്കളയുമായിരുന്നു. മാക്കാനഹു മിംഷിയത്തിൻ യൻസുറൂനഹു മാക്കാനഹു അവനില്ല മിംഷിയത്തിൻ ഒരു പ്രയോജനവുമില്ല, ഒരു ഒരു യൻസുറൂനഹു മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ സഹായിക്കുന്ന ഒരാളെയും നമ്മൾ കണ്ടില്ല. മാക്കാനമിനൽ മുന്തസിരിയും അവൻ അതിജയിക്കുന്നവൻ പെട്ടവൻ തന്നെയാണ്. മുന്തസിരീൻ അതിജയിക്കുന്നവരിൽ പെട്ടവൻ തന്നെയാകുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഈ അവസ്ഥയോളം അന്നത്തെ ജനങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ഈ സൂചിപ്പിച്ചത് സ്വന്തമായി ഒരു കഴിവുമില്ലാത്ത ആർഭാടപൂർവ്വം ജീവിക്കുന്ന ആ കാരുണയും അദ്ദേഹത്തിന്റെ സഹായികളും നാട്ടിൽ പോകുമ്പോൾ സാധാരണക്കാരായ ആളുകൾ പറഞ്ഞത് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്, ഞങ്ങൾക്കും അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകേണ്ടിയതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആർഭാടം കാലത്തോളം പുറപ്പെട്ടത്. ഈ അവസ്ഥയിൽ നിന്ന് സമൂഹം എന്തുമാത്രം ഉയർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അവസ്ഥയിൽ നിന്ന് തെറ്റും കുറ്റവുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വളരേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആളുകളുടെ ജീവിത രീതി എന്ന് കാണുമ്പോൾ അഹങ്കാരത്തോടുകൂടി പോകുന്ന ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നിടത്തോളം സാക്ഷ്യം എത്തിക്കഴിഞ്ഞിരുന്നു. അല്ലാഹു തആല ഈ ഫിർഔനിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെയും യാത്രയുടെയും ആർഭാടമൊക്കെ തന്നെ അള്ളാഹുവിന്റെ അടുത്ത് നിലനിൽക്കാത്ത അവസ്ഥയിലേക്ക് നടന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.